ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നമുക്കൊരു റമദാനിലെ ഒരു വർക്കിംഗ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നോമ്പിൻ്റെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈദിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. എനിക്കത് വോയിസ് ഓവർ എടുക്കാനും എഡിറ്റ് ചെയ്ത് വെച്ചാലും വോയിസ് എടുക്കാനും എന്നുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഓക്കെ, ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് അവിടെ ഓഫീസിൽ വലിയ തിരക്കില്ലാതിരുന്നൊരു സമയമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെന്ന പാടെ തന്നെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ലോഗിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക, സിസ്റ്റമൊക്കെ ഓണായി വരുന്ന സമയത്ത് ജസ്റ്റ് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ചെയ്യാനുള്ളത് ലോണ്ട്രി കുറച്ച് ഫിനിഷ് ചെയ്യാനുണ്ട്. അതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ, അതായത് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനുണ്ട് കേട്ടോ, നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പതുക്കെ നമ്മളെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ സമയത്തായിരുന്നു കേട്ടോ ഈ എടുത്ത വീഡിയോ. ഓക്കെ, അപ്പം അപ്പുറത്ത് എന്താ പറയുക, നമ്മളൊരു കൊളീഗ് ഉണ്ട്. അപ്പോൾ അവളോട് എന്തോ കത്തി അടിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലോഗിൻ പരിപാടികളും അതുപോലെ തന്നെ എന്താ പറയുക, പതുക്കെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോമ്പിന് ഞാൻ ഈ ഒരു വീഡിയോയും കൂടി എടുത്തിയുള്ളൂ കേട്ടോ. പിന്നെ നോമ്പിന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇത് തന്നെ എഡിറ്റ് ചെയ്യാനൊന്നുള്ള സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ അവസാനം ബുദ്ധിമുട്ടാവും എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോമ്പിന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്നെ മറന്നോ? ഞാൻ എന്താ പറയുക, സമയം കിട്ടുമ്പോൾ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പം എന്താ 1 മണി വരെ വർക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ ബ്രേക്കാണ്. അപ്പോൾ ആ സമയത്ത് ഇതേ പുറത്തിറങ്ങിയപ്പം ഇവിടെ എന്താ പറയുക, ക്ലീൻ അല്ലാത്തൊരു ചെറിയൊരു കുളം പോലൊരു സംഭവമുണ്ട്. അത് കുറച്ച് എന്താ പറയുക, പായലും പൂപ്പലും ഒക്കെ ആയിട്ട് മരങ്ങളൊക്കെ വീണ് വൃത്തിയില്ലാതെ കിടക്കുകയാണ് കേട്ടോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ആവാസ വ്യവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ പക്ഷികളും മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആവാസ വ്യവസ്ഥ പോലെ തോന്നി. നല്ല രസമാണ് കേട്ടോ കാണാൻ. വലിയ വൃത്തിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ അത്രയും നേരം വർക്ക് ചെയ്ത് ടയേർഡായി വരുന്ന സമയത്ത് നമ്മളെ കണ്ണിനും മനസ്സിനും ഒരു സുഖം തരുന്ന കാഴ്ചകൾ തന്നെയാണ്. നമ്മളെ ഓഫീസിൻ്റെയും നമ്മുടെ ലുലുവിൻ്റെയും നടുവിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത്. ഇത് ഉടനെ ഇവർ ക്ലീൻ ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മരങ്ങളൊക്കെ വെട്ടിയിട്ടതൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെന്താ, പിന്നെ അന്ന് അവിടെ നിന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അതുപോലെ ആഫ്റ്റർനൂണും നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയ സമയത്ത് നോമ്പ് തുറക്കുന്ന ടൈമിനാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വരിക. ഓക്കെ, ഞാൻ കുറേ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. വെള്ളവും കാര്യങ്ങളൊക്കെ ബാഗിൽ സ്റ്റോർ ചെയ്യാറുണ്ട്, കുറച്ച് വെള്ളമൊക്കെ. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് നോമ്പൊക്കെ തുറന്നുകൊണ്ടാണ് വന്നത്. പിന്നെ നമ്മൾ ജ്യൂസും സ്നാക്കും ഒക്കെ കഴിച്ച് പിന്നെ പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. പത്തിരിയും മുട്ടക്കറിയുമാണ്. അപ്പോൾ പത്തിരിയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് മുട്ടക്കറിയും റെഡിയാക്കുകയാണ്. എന്താ പറയുക, ഏറ്റവും ഈസിയസ്റ്റ് മുട്ടക്കറിയാണ്. പക്ഷേ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയ മുട്ടക്കറി ഇതാണ് കേട്ടോ. എൻ്റെ മദർ ഇൻ ലോൻ്റെ ഒരു റെസിപ്പിയാണ്. ഞാൻ പലതവണ വീഡിയോയിൽ കാണിച്ചാണ്, എന്നാലും തിരക്കുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്പീഡിലൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും അതുപോലെ 2 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമുളക് വേവുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം പുഴുങ്ങിയ 2 മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുത്തു. ഈ അരപ്പിൽ ഒരു 2 കഷ്ണം ചെറിയുള്ളിയും തേങ്ങയും പിന്നെ ഒരു നുള്ള് വലിയ ജീരകവുമാണ് കേട്ടോ ഉള്ളത്. അത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. നന്നായിട്ട് അരയണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ ജസ്റ്റ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് തുള്ളുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. പിരിഞ്ഞു പോകുമല്ലോ അല്ലാതെ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ അന്നേരം എനിക്ക് കിട്ടിയൊരു പാത്രത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് റെഡിയായി കഴിഞ്ഞാൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മറ്റേ പാത്രം ഒന്ന് വറവിടും കൂടി ചെയ്തിട്ട് നമുക്ക് ആ ഒരു പാത്രമൊക്കെ അപ്പം അങ്ങനെ കഴുകി വെക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ കറി അത്യാവശ്യം തിക്കാണ്. എന്നാൽ ഭയങ്കര തിക്കുമല്ല, നമുക്ക് പത്തിരിക്ക് പറ്റിയ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആണ്. അപ്പോൾ നമ്മൾ ഈ മുട്ട വേവിച്ചതും അതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഞാൻ അപ്പം അങ്ങ് കഴുകി വെക്കുകയാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം അങ്ങനെ കഴുകി പോവാണ്. എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് ടയേർഡായിട്ടൊക്കെ വരുമല്ലേ. അപ്പോൾ അതിലേക്ക് വീട്ടിലെ പണിയെല്ലാം കൂടി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്.
ഞാൻ ബേസിക്സ് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ, ഭയങ്കരമായ പണികളൊന്നും ചെയ്യലില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് ചെയ്തു പോവാണ്. പിന്നെ എന്താ പറയുക, ഈ ഒരു വീക്കും കൂടി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് കഴിയും. അപ്പോൾ റുട്ടീനൊക്കെ മാറും, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇനി അതിലോട്ടൊന്ന് ഓക്കെ ആയിട്ട് നമുക്ക് ശീലമായിട്ട് വരണം. അപ്പോൾ അതിപ്പം എന്താ പറയുക, ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുമ്പം നോമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ എനിക്കത് ആ ഒരു ട്രാക്ക് റെഡി ആയിട്ടൊന്നുമില്ല. ഓഫീസിലൊക്കെ നല്ല സുഖമാണ്, കാരണം നമുക്ക് വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ റുട്ടീനും കാര്യങ്ങളും, അതൊന്നും ഇതുവരെ സെറ്റായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിതാ ജസ്റ്റ് ഒന്ന് നമ്മളെ സിങ്ക് ഏരിയ ഭയങ്കര ക്ലീനൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു പരിസരമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ടേക്കാണ്. നമ്മൾ സിങ്കിൻ്റെ ഏരിയയിൽ വെള്ളമൊക്കെ തെറിച്ചിട്ട് പെട്ടെന്ന് വൃത്തികേടാവില്ല, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും സമയമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി എന്താ നമ്മൾ ആ ഒരു കറി ഒന്ന് വറവിടണം. നമ്മൾ പത്തിരിയൊക്കെ റെഡിയാക്കി കുഴച്ച് പരത്തി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ചുടണം, കഴിക്കണം, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, കണ്ട നമ്മൾ ക്ലീനിങ് ഒരുവിധം കഴിഞ്ഞു, ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ആ ഒരു നേരത്തെ നമ്മൾ കറി ഉണ്ടാക്കിയ ചട്ടി തന്നെ അതൊന്ന് വറവോടിയിട്ടാണ്, കടുകും കറിവേപ്പിലയും ഇട്ടിട്ടാണ് വറവിടുന്നത്. വറവിൽ വേണമെങ്കിൽ നമുക്കൊരു നുള്ളു ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അതാണ് സിമ്പിളായിട്ടുള്ള കറി. ഓക്കെ, അപ്പം ഈ ക്ലിപ്പ് ഇടയ്ക്ക് കയറി വന്നതാണ് കേട്ടോ. അത് നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ച സമയത്ത് എടുത്ത ക്ലിപ്പായിരുന്നു. പിന്നെ അപ്പോഴേക്ക് ശവാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രെയറൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഞാനൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചു. ഫോൺ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഫോൺ നോക്കുമ്പോൾ ഭയങ്കര തലവേദന പോലെ തോന്നിയിട്ട് ഞാൻ ഫോണൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം റിലാക്സ് ചെയ്തിരുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസും സ്നാക്സും എല്ലാം കൂടി കഴിച്ചുകൊണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഫീലിംഗ് ആണ്, ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കണമല്ലോ എന്നുള്ളതിൽ കഴിക്കാമെന്നേ ഉള്ളൂ. അപ്പം നമ്മളെ ഫുഡടി പരിപാടികളൊക്കെ പിന്നെ കഴിഞ്ഞു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഏരിയ നല്ല മെസ്സായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ പോകുന്ന സമയത്ത് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബാഗിലേക്കുള്ള സാധനമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ബാഗ് അങ്ങ് പാക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത് അതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ക്ലീൻ ആയിക്കോളുമല്ലോ. അപ്പോൾ ഈ ബാഗാണ് കേട്ടോ ഞാൻ എന്നും കൊണ്ടുപോകൽ. നമ്മൾ പണ്ട് SM എന്ന് വാങ്ങിയ ബാഗായിരുന്നു. ഇതാണ് ഫുൾ ടൈം ഞാനിപ്പോൾ കൊണ്ട് നടക്കുന്നത്. അത് അത്യാവശ്യം സംഭവങ്ങൾ കൊള്ളുമല്ലോ, കുറച്ച് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ അതാണ് കൊണ്ട് നടക്കാറ്. അപ്പോൾ ഇതാ ഓരോ സാധനങ്ങളും അത് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഒരു മിസ്സലാനിയസ് ബോക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ നമ്മൾ റെഡി ആവുന്ന സ്ഥലത്ത് മിസ്സലാനിയസ് ബോക്സും അതുപോലെ എല്ലാത്തിനും ഓരോ സ്പേസും വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഡെയിലി ഇത് ഇത്രയും മെസ്സാവാറില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെയൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, 2 ദിവസം അങ്ങനെ തന്നെ ഇട്ടച്ചത് കൊണ്ടാണ് ഇത്രയും അലമ്പായത്. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചത് കമ്മലൊക്കെയാണ്. ഞാൻ പൊതുവേ കമ്മൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം അവിടെ കൊളീഗ്സൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒരു ദിവസം കമ്മലിട്ട് പോയതായിരുന്നു. പിന്നെ ബോക്സിൽ മിസ്ലാനിയസിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ പെറുക്കിയിട്ടു. പിന്നെ നമ്മളെ ഡയറിയും കാര്യങ്ങളൊക്കെ, പോസ്റ്റ് ഓഫീസിൻ്റെ ബുക്കായിരുന്നത്. ഇതെന്താ മിക്സിൻ്റെ സാധനങ്ങളൊക്കെ ആണല്ലോ. എനിക്കത് എന്തോ എക്സ്ട്രാ എൻ്റെ ജാറ് നന്നാക്കാൻ കൊണ്ടുപോയപ്പറ്റോ എൻ്റെ ബാഗിൽ വന്നതെങ്ങാനുമാണ്. പിന്നെ കുറേ ബില്ലും കാര്യങ്ങളൊക്കെ, ജിയോ മാർട്ടിലെ ബില്ലും ഇതൊക്കെ. ജിയോ മാർട്ടിലൊക്കെ പോയ കാലം മറന്നു. അപ്പോൾ ഞാൻ എന്താണെങ്കിലും അതൊക്കെ എടുത്ത് കളഞ്ഞ് ജസ്റ്റ് ആ ഒരു ഏരിയ വൃത്തിയാക്കി സംതൃപ്തി അടയുകയാണ് കേട്ടോ. അതിൽ ഇത്രയും വേസ്റ്റാണ്, അതെല്ലാം ക്ലട്ടറായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നല്ല നീറ്റായില്ലേ. ഇപ്പോൾ രാവിലെ ഇവിടെ വന്ന് റെഡി ആകുമ്പോൾ കുറച്ചും കൂടി ഒരു മനസ്സമാധാനത്തിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ബാഗ് എടുത്തൊരു സൈഡിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത്രയും വലിയ ബാഗാണിട്ടത്. ഇതിലെല്ലാ സംഭവങ്ങളും കൊള്ളും, അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും എന്നാലും. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ വേറെ പണിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇതിലും കൂടുതൽ സൗണ്ട് എടുക്കാനുള്ള എനർജിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ വോയിസ് ഓവറിന് ഇത്തിരി എനർജിയൊക്കെ കുറവുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഇതിനുള്ള ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടി നമ്മൾ പുറത്തൊക്കെ പോയി, അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കമ്മിങ് വീഡിയോസിലൊക്കെ ഓരോ ദിവസം ഇടുന്ന സമയത്തൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഞാനൊരു 5-6 കൂട്ടം ഡ്രസ്സ് എടുത്തു കേട്ടോ. എനിക്ക് ഡെയിലി പോകുമ്പോൾ ഓരോന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എടുത്തു. ഞാൻ മിക്കവാറും എടുക്കുമ്പോൾ അങ്ങനെ കുറേ ആയിട്ടാണ് എടുക്കുക. 1-2 ആയിട്ട് എടുത്താൽ എനിക്ക് തൃപ്തി വരലില്ല കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ കുറച്ചധികം ഡ്രസ്സ് ഒരുമിച്ചാണ് എടുക്കൽ. അങ്ങനെ എന്താണെങ്കിലും ആ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ.
അപ്പം എന്താ പറയുക, വീഡിയോ ഞാൻ കുറച്ച് ഡിലേ ആയാലും കൺസിസ്റ്റൻസി ഇല്ലാണ്ടായാലും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടു കേട്ടോ. അപ്പം അങ്ങനെ മറന്നു പോകരുത്, ഇടയ്ക്ക് കമൻറ്റൊക്കെ ഇട്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.